രാഹുൽ ഗാന്ധി തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് കേരളത്തിലെത്തിയാൽ ഉടനെ എല്ലാ സന്ദർഭത്തിലും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്തേ പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യാതെ ഇഡി എന്നാണ്. കേന്ദ്ര ഏജൻസികൾ എന്തുകൊണ്ട് പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യുന്നില്ല? ഈ ചോദ്യമാണ് ഇന്ത്യയിലെ ഇന്ത്യ ബ്ലോക്കിൻ്റെ നേതാവ്, പ്രതിപക്ഷ ഐക്യനിരയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കരുത്തായി പ്രവർത്തിക്കേണ്ടുന്ന കോൺഗ്രസിൻ്റെ നേതൃത്വം രാഷ്ട്രീയമായ BJPയുമായിട്ടുള്ള ബന്ധത്തെ അടിസ്ഥാനപ്പെടുത്തി ഇവിടെ ഈ കേരളത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി, അസംബ്ലി തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി വളരെ ശക്തമായ രീതിയിൽ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യം CPIM-ഉം അതുപോലെ BJPയും തമ്മിൽ ഡീലുണ്ട് എന്നാണ്. ഇപ്പോഴും നമുക്ക് കൃത്യമായിട്ട് മനസ്സിലായി. ഇന്നലെ കേരളത്തിൻ്റെ പുതിയ മുഖ്യമന്ത്രി ഇന്ത്യയിലെ പ്രധാനമന്ത്രിയെ കണ്ട് സംഭാഷണം നടത്തി എന്ന വാർത്ത പുറത്തു വരുന്നതിൻ്റെ തുടർച്ചയായിട്ടാണ് ഇന്ന് രാവിലെ ആകുമ്പോൾ ED ഞാൻ നേരത്തെ പറഞ്ഞ 14 കേന്ദ്രങ്ങളിലേക്ക് എത്തുന്നത്. അപ്പോഴാരുമായിട്ടാണ് ഡീല് എന്ന കാര്യം ഞാനിനി വിശദീകരിക്കേണ്ട കാര്യമില്ല. കോൺഗ്രസും BJPയുമായിട്ടുള്ള ഡീൽ ഇവിടെ കൃത്യമായിട്ട് കേരളത്തിൽ പകൽ വെളിച്ചം പോലെ ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ച ഒന്നായിട്ടാണ് നമുക്കിതിനെ കാണാനാവുക, ഈ റെയ്ഡിനെ കാണാനാവുക. തെറ്റായ സന്ദേശമാണ് ഇവിടെ കോൺഗ്രസ് നേതൃത്വം നൽകുന്നത്. നമുക്ക് നന്നായിട്ടറിയാം, അത് വ്യക്തിപരമായി പിണറായിക്കെതിരായിട്ടുള്ള കടന്നാക്രമമല്ല, അത് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനെതിരായിട്ടുള്ള കടന്നാക്രമമാണ്. ഈ കടന്നാക്രമത്തിനെതിരായി കേരളത്തിലെ ജനങ്ങൾ ഇപ്പോൾ തെരുവിൽ ഇറങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം റെയ്ഡ് നടക്കുന്ന കേന്ദ്രങ്ങളിലും ജില്ലാ കേന്ദ്രങ്ങളിലും ഏരിയ കേന്ദ്രങ്ങളിലും ലോക്കൽ കേന്ദ്രങ്ങളിലുമെല്ലാം ജനങ്ങൾ സ്വമേധയാ പ്രകടനമായി പ്രതിഷേധമായി രംഗത്തിറങ്ങുകയാണ്. ഇന്ന് രാത്രിയാകുമ്പോഴേക്ക് കേരളത്തിൻ്റെ ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലുമെല്ലാം ബ്രാഞ്ച് അടിസ്ഥാനത്തിൽ 10,000-കണക്കിന് കേന്ദ്രങ്ങളിൽ പന്തം കൊളുത്തിയുള്ള പ്രതിഷേധം നടക്കുകയാണ്. ഇടതുപക്ഷ പ്രസ്ഥാനത്തെയും പ്രത്യേകിച്ച് CPM-നെയും അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായ സഖാവ് പിണറായി വിജയനെയും തൊടാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്ന പ്രഖ്യാപനമാണ് ഇത്.